Good morning, all. Good morning. Good morning, ma'am. Good morning, ആകെ രണ്ടുപേർക്ക് അറിയിട്ടുള്ളൂ അല്ലെ? ഓക്കെ, തിങ്കളാഴ്ച ആയതുകൊണ്ട് എല്ലാം നമ്മൾ കുറച്ച് ലേറ്റ് ആയിരിക്കും അല്ലെ? ഓക്കെ, കുറച്ചു നേരം ഞാൻ നിങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്തത് എടുക്കാനായിട്ടുള്ളത് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് ആണ്. സോ ജസ്റ്റ് നമ്മളൊന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊന്ന് വായിച്ചു നോക്കാം ഒരു പ്രാവശ്യം. നമ്മുടെ ഗസ്റ്റ് റിലേഷൻ, പബ്ലിക് റിലേഷൻ ആൻഡ് ഗസ്റ്റ് റിലേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. ജസ്റ്റ് ഒക്കെ ഒരു പ്രാവശ്യം വായിച്ചു നോക്കാം കേട്ടോ. നമുക്ക് ഇനി അടുത്തതാണ് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് ആണ്. ഒരു പ്രാവശ്യം നമ്മൾ എടുത്തു നിർത്തി അത്രയും വരെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് വായിച്ചു നോക്കാം കേട്ടോ എടുത്തത്രയും. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ഭാഗം എടുക്കാം. അപ്പൊ നമ്മൾ ഗസ്റ്റ് റിലേഷനും പബ്ലിക് റിലേഷനും ഒക്കെ പഠിച്ചു. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്. ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റിസപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ? ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ റിസപ്ഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. സോ ഇനി നമ്മൾ നോക്കുന്നത് ഈ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റിനെ കുറിച്ചും അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ ഇനി അടുത്തൊരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻ ആണ്. ഇതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആണോ ലാസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ കാണുന്ന ഒരു ഏരിയയാണ് റിസപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ? അവിടെ വെയിറ്റ് ചെയ്തിട്ട് പേഷ്യന്റ് നമ്മൾ അഡ്മിഷൻ ഒക്കെ എടുക്കുക, ഡോക്ടറെ കാണാനായിട്ടുള്ള അഡ്മിഷൻ ഒക്കെ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ റിസപ്ഷൻ. അപ്പൊ അവിടെ റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും. നമുക്ക് എന്തെങ്കിലും എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചോദിക്കാം അല്ലെ? നമുക്ക് ഡോക്ടറെ കാണാനായിട്ട് വിളിച്ചിട്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് ഈ റിസപ്ഷനിലായിരിക്കും. നോക്കാം. The executives of the front desk executives play a very active role in canvassing the image of hospital. Never leave the desk empty, as it is the first point contact for patient and bystanders. പേഷ്യന്റിനും ബൈസ്റ്റാൻഡേഴ്സിന്റെ ഫസ്റ്റ് ഒരു കോണ്ടാക്ട് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഫ്രണ്ട് ഓഫീസ് ആണ് അല്ലെ? നമ്മളൊരു പേഷ്യന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ആണെങ്കിലും ഇപ്പൊ നമ്മളൊരു പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെ? എങ്കിലും നമ്മൾ ആദ്യം ഇവിടെ പോയിട്ടാണ് ചോദിക്കുന്നത്, നമ്മൾ റിസപ്ഷനിലേക്ക് ചെല്ലും അല്ലെ? ഇന്ന പേഷ്യന്റ് ഏത് റൂമിലാണ് അല്ലെങ്കിൽ എവിടെയാണ് കിടക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. സോ നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് ഏത് ഡോക്ടറാണുള്ളത് അല്ലെ? അപ്പൊ നമ്മളെ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്. സോ ഈ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് റോൾ ആണ് ഹോസ്പിറ്റലിലുള്ളത്. എങ്ങനെയാ? ഇൻ ക്യാൻവാസിംഗ് ഇമേജ് ഓഫ് ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇമേജ് തന്നെ ക്യാൻവാസ് ചെയ്യുന്ന ഒരു എന്താ മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ, പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. പേഷ്യന്റും ബൈസ്റ്റാൻഡറും ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന ഏരിയ ആണ് ഫ്രണ്ട് ഓഫീസ്. സോ നെവർ ലീവ് ദ ഡെസ്ക് എംപ്റ്റി. ഒരിക്കലും ഫ്രണ്ട് ഓഫീസ് ഒഴിച്ചിടാൻ പാടില്ലാണ്. കാരണം അവിടെ ഇപ്പോഴും സ്റ്റാഫുകളൊക്കെ ഉണ്ടാകും അല്ലെ? ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന ഏരിയ ആണ്. It is rightly said, customers are kings and kings are never left unattended. എന്താണ് പറയുന്നത്? കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് കിങ്സ് ആണെന്ന്. ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് ആരാണ്? ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? കസ്റ്റമേഴ്സ് ഹോസ്പിറ്റലിലെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? പെട്ടെന്ന് കമന്റ് ചെയ്ത ആൻസർ. കസ്റ്റമർ നമ്മൾ എപ്പോഴും പറയാറില്ലേ? നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ ഓരോ ചാപ്റ്ററിൽ പഠിക്കുമ്പോഴും അല്ലെ? പേഷ്യന്റ് ആണ്.
ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന പേഷ്യന്റ് ആണ് അവിടുത്തെ കസ്റ്റമർ. സോ ഈ കസ്റ്റമർ എന്ന് പറയുന്നത് കിങ് ആണെന്ന് നമ്മൾ കസ്റ്റമേഴ്സിനെ പേഷ്യൻസിനെ രാജാവായിട്ട് കാണണം. കിങ്സ് ആർ നെവർ ലെഫ്റ്റ് അൺഅറ്റൻഡ്. ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ പാടില്ല. പേഷ്യന്റ് രാജാക്കന്മാരാണ്, അതുകൊണ്ട് എന്താണ് അവര് ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ പാടില്ല. അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. വരുന്ന കസ്റ്റമേഴ്സിന് നമ്മുടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് നിറവേറ്റി കൊടുക്കുക. ഓക്കെ, ദെൻ ഇനി ഒരു ഡെഫിനിഷൻ പോലെ പറഞ്ഞിരിക്കുകയാണ്. ഫ്രണ്ട് ഓഫീസിന്റെ ഡെഫിനിഷൻ ആണ്, ശ്രദ്ധിക്കുക. The front office is a department of the hospital which directly interacts with the patients when they first arrive. Patient first ഹോസ്പിറ്റലിലേക്ക് അറൈവ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ, അത് വായിക്കാം, അണ്ടർലൈൻ ചെയ്തോളൂ. The front office is a department of the hospital which directly interacts with the patients when they first arrive. Underline ചെയ്തോ എന്താണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്? Then the staff of this department are very visible to the patient of their family members. അല്ലെ, നമുക്ക് വിസിബിൾ ആണ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫുകൾ നമുക്ക് വിസിബിൾ ആണ്. Then front office is a term used for reception area at the hospital and its personal receptionist. Underline ചെയ്യാട്ടോ. ഫ്രണ്ട് ഡെസ്ക് ഓഫീസിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റു പേരാണ് റിസപ്ഷൻ ഏരിയ. ഹോസ്പിറ്റലിലെ ആ ഒരു റിസപ്ഷൻ ഏരിയനെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് പേഴ്സണൽ, അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സണലിനെ വിളിക്കുന്ന പേരാണ് റിസപ്ഷനിസ്റ്റ്. റിസപ്ഷനില് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫിനെ വിളിക്കുന്ന പേരാണ് റിസപ്ഷനിസ്റ്റ്. അണ്ടർലൈൻ ചെയ്യാട്ടോ ആ ഒരു ലൈൻ. Then receptionist must have great deal of talent in proper communication skills and customer service skills. ഇനി റിസപ്ഷനിൽ വർക്ക് ചെയ്യുന്ന റിസപ്ഷനിസ്റ്റിന് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം. അല്ലെ, പേഷ്യന്റ് ആയാലും ബൈസ്റ്റാൻഡർ ആണെങ്കിലും വരുമ്പോ അവരോട് സംസാരിക്കണം, ആശയവിനിമയം നടത്താനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കസ്റ്റമർ സർവീസ് സ്കിൽസ്, കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കേണ്ട സേവനങ്ങൾ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് സേവനങ്ങൾ കൊടുക്കാനായിട്ടുള്ള ഒരു കഴിവും ഈ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. അല്ലെ, ഭാവിയില് നമുക്ക് ഈ ഒരു കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഇപ്പൊ ഒരു ഫ്രണ്ട് ഓഫീസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാം. ഇല്ലേ, വർക്ക് ചെയ്യണ്ടേ? വർക്ക് ചെയ്യണ്ടേ എല്ലാവർക്കും? വേണ്ടേ? ചുമ്മാ പഠിക്കണേണോ നിങ്ങള്? ചുമ്മാ ടൈം പാസിന് അങ്ങനെയാണോ പഠിക്കുന്നത്? അല്ല, നമുക്ക് വർക്ക് ചെയ്യണം. അല്ലെ, അപ്പൊ വർക്ക് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് ഫ്രണ്ട് ഓഫീസിനെ കുറിച്ചാണ്. സോ നമുക്ക് ഭാവിയിൽ എന്തായാലും വർക്ക് ചെയ്യുമ്പോ ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. അല്ലെ, ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഫ്രണ്ട് ഓഫീസ് എന്താണ്, അതിന്റെ ഡെഫിനേഷനും വായിക്കാം. അണ്ടർലൈൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അണ്ടർലൈൻ ചെയ്തത് ശ്രദ്ധയോടുകൂടി ഒരു 2 പ്രാവശ്യം വായിച്ചു നോക്കുക. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇനി നമുക്ക് നോക്കാം സ്കിൽസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. സോ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട സ്കിൽസ്, കഴിവുകൾ എന്തൊക്കെയാണ്? താഴെ കൊടുത്തിട്ടുണ്ട്. 4 സ്കിൽസ് ആണ് പ്രധാനമായിട്ടും പറയുന്നത്. പ്രൊഫഷണലിസം, promptness, courtesy and teamwork. Professionalism, promptness, then courtesy and teamwork. Skills 4 സ്കിൽസുകളാണ്. നോട്ട് ചെയ്ത് വെക്കാം. 4 സ്കിൽസുകൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നമ്മൾ ഓരോ സ്കിൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്രൊഫഷണലിസം, ഒരു
ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന് ഒരു പ്രൊഫഷണലിസം ഉണ്ടായിരിക്കണം. എന്തൊക്കെയാണ് പ്രൊഫഷണലിസത്തിൽ പറയുന്നത് നോക്കാം. പ്രൊഫഷണലിസത്തിൽ പറയുന്നതാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെ, പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നോക്കാം അതിൽ എന്തൊക്കെയാ പറയുന്നത്. അറ്റൻറ്റീവ്, ലിസൺ ആൻഡ് കെയർ, മേക്ക് ദം നോ ദ മാറ്റർ, ഗിവ് ആക്യുറേറ്റ് ഇൻഫർമേഷൻ, ഡോണ്ട് ബി അഫ്രൈഡ് ടു സേ ഐ ഡോണ്ട് നോ ബട്ട് ഐ വിൽ ഫൈൻഡ് ഔട്ട്. അല്ലെ, ലിസൺ ആൻഡ് കെയർ അല്ലെ. നമ്മളിപ്പോ ഒരു പേഷ്യന്റ് ഫ്രണ്ട് ഓഫീസ് ആയിട്ട് ഇരിക്കുമ്പോ പേഷ്യന്റ് ആണെങ്കിലും ബൈസ്റ്റാൻഡർ ആണെങ്കിലും നമ്മളോട് കുറെ കാര്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ അവർക്ക് അറിയില്ല ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെന്നോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ലിസൺ അല്ലെ, നമ്മൾ കേട്ടിട്ട് അതിനെന്ത് വേണം, അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കണം. ഡോണ്ട് ബി അഫ്രൈഡ് ടു സേ ഐ ഡോണ്ട് നോ അല്ലെ, എനിക്ക് അറിയില്ല എന്ന് പറയാൻ പാടില്ല, മറിച്ച് ബട്ട് ഐ വിൽ ഫൈൻഡ് യു, അറിയില്ല എങ്കിലും എനിക്ക് അറിയില്ല എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പാടില്ല. നമുക്കറിയില്ല എങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച്, കാരണം മറ്റേതെങ്കിലും മറ്റു സ്റ്റാഫുകളോടോ ചോദിച്ച് നമ്മൾ അതിന്റെ ഇൻഫോർമേഷൻസ് പറഞ്ഞു കൊടുക്കുക. Then friendly approach, ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച് ആയിരിക്കണം. വാച്ച് നോൺ വെർബൽ ആൻഡ് ബോഡി ലാംഗ്വേജ് സയൻസ്, ബോഡി ലാംഗ്വേജും നോൺ വെർബൽ സയൻസ് ഒക്കെ നോക്കുക, കൃത്യമായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് നല്ലൊരു ഫ്രണ്ട്ലി അപ്രോച്ച് ആയിരിക്കുക, ഭയങ്കര റൂഡായിട്ട് റഫായിട്ടൊന്നും പെരുമാറാതിരിക്കുക. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അങ്ങനെയല്ലേ പെരുമാറുന്നത്, ആണോ? നമ്മൾ ചോദിക്കുന്നതൊക്കെ വളരെ ചിരിച്ചുകൊണ്ടല്ല ഒരു ആൻസർ പറയുന്നത്, ആണോ? പറയാറില്ലേ? അല്ലെങ്കിൽ എനിക്ക് അറിയില്ല, എന്നോട് ചോദിക്കണ്ട, അങ്ങനെ പറയാറുണ്ട് ഏതെങ്കിലും റിസപ്ഷനിസ്റ്റ്? അങ്ങനെ പറയില്ല അല്ലെ, അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയും. പിന്നെ അറിയില്ല എങ്കിൽ അവരെന്ത് ചെയ്യും, മറ്റ് അവരുടെ കൊളീഗ്സിനോട് ചോദിച്ചിട്ട് നമുക്ക് ഇൻഫോർമേഷൻ തരും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ ചോദിച്ചോളൂ അങ്ങനെ പറയും അല്ലെ. ഐ കോണ്ടാക്ട് ബെസ്റ്റ് റെസ്പോൺസ് ഇൻ 2 seconds. 2 seconds എങ്കിലും എന്ന് വേണം ഐ കോണ്ടാക്ട്സ് ഉണ്ടായിരിക്കണം സംസാരിക്കുന്നു. അല്ലാതെ ഇപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് വേറെ ഒരാളുടെ മുഖത്ത് നോക്കിയാണോ അതിന് ആൻസർ പറയേണ്ടത്? അല്ല, നമ്മൾ ചോദിച്ച ആളുടെ കണ്ണിൽ നോക്കി തന്നെ എന്ത് വേണം, ആൻസർ പറയുക. Learning to say no with tact and courtesy and confidence. Learning to say with tact എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, കൗശലത്തോടു കൂടി ഇതൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ഒരു ചിരിച്ചുകൊണ്ട് തന്നെ അവരെ കേൾക്കുകയും ചെയ്യണം. Then courtesy and confidence, അവരോട് ഒരു കോർട്ടസി ആയിട്ട് മര്യാദയോട് കൂടി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോട് കൂടി സംസാരിക്കുക. എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും ഇൻഫോർമേഷനൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെയല്ല, നമുക്കൊരു കോൺഫിഡൻസോട് കൂടി തന്നെ മര്യാദയോട് കൂടി തന്നെ അവരോട് ഇൻഫോർമേഷൻസ് പറയുക. യൂസ് നെയിംസ് whenever possible. യൂസ് നെയിംസ് whenever possible എന്ന് പറയുക. അതായത് ഇപ്പോ യൂസ് നെയിംസ്, ഇപ്പൊ പേരുകൾ മാക്സിമം നമ്മൾ എന്തൊക്കെ വിളിക്കുന്നത്, മാഡം അങ്ങനെ എന്തെങ്കിലും നമ്മൾ വിളിക്കാറുണ്ട് അവർ അല്ലെ, പേരെടുത്തോ അങ്ങനെ നല്ലൊരു രീതിയിൽ അവരെ വിളിക്കാതെ ബിഹേവ് ചെയ്യുന്നത്, പേരെടുത്തൊന്നും അങ്ങനെ വിളിക്കാതിരിക്കുക. ദെൻ സ്റ്റേ പോസിറ്റീവ്, എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക, വളരെ ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക, അവരോട് ഇൻഫോർമേഷൻസ് ഒക്കെ ചോദിക്കുക, അറിയില്ല എന്നൊരു കാര്യം അവിടെ പറയാൻ പാടില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സിൽ പറയുന്നത്. ഓക്കെ, ഇനി വർക്ക് എത്തിക്സ്. എന്തൊക്കെയാണ് വർക്ക് എത്തിക്സ്? മീൻസ് ജോലിപരമായിട്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, കൃത്യം പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വർക്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ. പങ്ക്ച്വാലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ ടൈം മാനേജ്മെന്റ്, കൃത്യസമയത്ത് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ടൈം മാനേജ്മെന്റ് വേണം. മാനേജ് മൾട്ടി ടാസ്കിങ്, ഒരു പല പ്രവർത്തനങ്ങളൊക്കെ ഒന്നിച്ച് മാനേജ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഫോളോ ദ ചെയിൻ ഓഫ് കമാൻഡ്. കമാൻഡ് എന്ന് പറയുന്നത് ഉയർന്ന, നമ്മളിലും ഉയർന്ന വ്യക്തികൾ ഉണ്ടാവുമല്ലോ, ഇപ്പൊ മാനേജർ പോസ്റ്റിലോ ഉയർന്ന വ്യക്തികൾ, അവരുടെ കമാൻഡ്സുകൾ നമ്മൾ പാലിക്കണം, അവരുടെ ഉത്തരവുകൾ അനുസരിച്ച് പ്രവർത്തിക്കണം. Then executive means ഒരു കോർട്ടസി, മര്യാദയോട് കൂടിയിട്ട് പെരുമാറുക. ടെലിഫോൺ ഒക്കെ കൈകാര്യം ചെയ്യണം. മീറ്റിംഗ്സ് അല്ലെ, പേഷ്യന്റിനെ മീറ്റ് ചെയ്യാം. Then ഹോൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പേഷ്യന്റിനെ ഒക്കെ ഹോൾഡ് ചെയ്യാം. Then ട്രാൻസ്ഫർ ആൻഡ് വർക്ക് സ്പേസ്. ട്രാൻസ്ഫേഴ്സും വർക്ക് സ്പേസും മീൻസ് അത് നമ്മൾ കൃത്യമായിട്ട് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളാണെങ്കിലും വർക്ക് സ്പേസിലും കൃത്യമായിട്ട് തന്നെ പങ്കാളിത്തയോടുകൂടി പെരുമാറണം. ക്ലീൻ ഫ്രം ക്ലട്ടർ. എന്താ ക്ലീൻ ഫ്രം ക്ലട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത്? ക്ലട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അലങ്കോലപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും അതിനെ എന്ത് ചെയ്യുക, ക്ലീൻ ആക്കാന്ന്. അതായത് ഇപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാന്ന്, അതായത് ഒരു ഓർഡർ ഇല്ലാന്നൊക്കെ തിരക്കുകയാണെങ്കിൽ അത് എല്ലാ കാര്യങ്ങളും കൃത്യമാക്കുക. ഓർഗനൈസ്ഡ്, ഒരു സംഘടന, ഒരു ഓർഗനൈസ് ചെയ്യണം എല്ലാ പ്രവർത്തനങ്ങളും. Know where to find things and put up them back in their place. കൃത്യമായിട്ടുള്ള ഇപ്പോ എന്താണ്
വസ്തുക്കളൊക്കെ ചിട്ടയോട് കൂടി വെക്കാനും അതെവിടെ നിന്നാണ് എടുത്തത് അത് തിരിച്ചു വെക്കുകയും എല്ലാം ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യണം. നോ ഫുഡ് ഡ്രിങ്ക്സ് ഇൻ കവേർഡ് കണ്ടെയ്നേഴ്സ് അല്ലെ. അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്ന വർക്കിന് ടൈമില്ല ഫുഡോ ഡ്രിങ്ക്സോ ഒന്നും അങ്ങനെ ഉപയോഗിക്കാനൊന്നും പാടില്ല. Then socializing limited to break times. സോഷ്യലൈസിങ് അല്ലെ, പരപരം സോഷ്യൽ സമ്പർക്കം. അതായത് ഇപ്പൊ വർക്ക് ചെയ്യുമ്പോൾ മറ്റ് ഭയങ്കര വർത്താനം പറയുക വേറെ ആളുകളായിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ ലിമിറ്റഡ് ആയിരിക്കണം ബ്രേക്ക് ടൈംസിൽ. ഇത്രയുമാണ് വർക്ക് എത്തിക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രൊഫഷണലിസത്തിൽ പറയുന്നതാണ് ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ദെൻ വർക്ക് എത്തിക്സ് വായിച്ചു നോക്കാം. പ്രൊഫഷണലിസം വായിക്കാം, എളുപ്പമാണ്, വായിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പോയിന്റ്സുകളാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ടുണ്ടോ? ഒരു പ്രാവശ്യം വായിച്ചാലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഉണ്ടോ? ഇല്ലേ? നിങ്ങൾ വായിക്കണില്ലേ? ഓക്കെ, ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്കില്ലാണ് പ്രോംപ്റ്റ്നെസ്. പ്രോംപ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ വേഗത അല്ലെങ്കിൽ ത്വരിതഗതി, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത്. Promptness is integral as a receptionist is the point of contact for the external customers as well as the employees. Employees-ഉം അതുപോലെ തന്നെ എന്താണ് external customers, patient, bystanders, ഇവരെല്ലാം ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ് റിസപ്ഷൻ എന്ന് പറയുന്നത്. സോ പ്രോംപ്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഒരു ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫസ്റ്റ് നമ്മളിപ്പോ ബൈസ്റ്റാൻഡർ ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റിസപ്ഷൻ എന്ന് പറയുന്നത്. സോ എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രോംപ്റ്റ്നെസ് ഉണ്ടായിരിക്കണം. വേഗത മീൻസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കണം. ദെൻ മൂന്നാമത്തെ സ്കില്ലാണ് കോർട്ടസി. കോർട്ടസി എന്ന് പറഞ്ഞാൽ എന്താ? മര്യാദ അല്ലെ. നോക്കാം. Attention needs to be given to every person who walks in. അല്ലെ, അതായത് നടന്നു പോകുന്ന ഓരോ വ്യക്തിയിലും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. However, important guests and clients should be treated with more attention. അല്ലെ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മീൻസ് VIP പേഷ്യൻസുകളോടൊക്കെ ആണെങ്കിലും അവരോട് പ്രത്യേകം ശ്രദ്ധയോടുകൂടി പെരുമാറണം. Welcome everyone with a smile. ചിരിയോട് കൂടി എല്ലാവരെയും എന്ത് ചെയ്യുക? വെൽക്കം ചെയ്യുക. Contact with everyone has to be polite. അല്ലേ, എല്ലാവരോടും ഒരു പൊളൈറ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യണം. വളരെ എളിമയോട് കൂടിയിട്ട് വേണം കോണ്ടാക്ട് ചെയ്യുവാൻ, സംസാരിക്കുവാനായിട്ട്. ഓക്കെ, വായിച്ചു നോക്കിക്കോളൂ. പ്രോംപ്റ്റ്നെസ്സും വായിക്കാം, കോർട്ടസിയും വായിക്കാം കേട്ടോ. സോറി, കണ്ടക്ട് ആണ് കേട്ടോ. കോണ്ടാക്ട് ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ കിടക്കുന്നത്? ടെക്സ്റ്റില് കണ്ടക്ട് തന്നെയാണോ? കണ്ടക്ട് എന്നാണ് അല്ലെ. കോണ്ടാക്ട് എന്താ പറയാ, കണ്ടക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പെരുമാറുക എന്നുള്ളൊരു മീനിങ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മറ്റുള്ളവരോട് നമ്മൾ സമ്പർക്കം പുലർത്തുമ്പോൾ പൊളൈറ്റ് ആയിട്ട് വേണമെന്ന് ആ ഒരു രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് മീൻസ് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാം ടെക്സ്റ്റ് ഒന്ന് നോക്കിയത്. ഇനി
മീൻസ് മറ്റുള്ളവരുമായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ കണ്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒന്നിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുമ്പോൾ മറ്റും പൊളൈറ്റ് ആയിട്ടായിരിക്കണം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, കോർട്ടസി ആൻഡ് ടീം വർക്ക് വായിച്ചു എല്ലാവരും. ദെൻ നെക്സ്റ്റ് അടുത്തൊരു സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീം വർക്ക് ആണ് അല്ലെ. ടീം വർക്ക് നോക്കാം. അതായത് ഒരു ഗ്രൂപ്പ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു കഴിവ് വേണം അല്ലെ. ബി റെസ്പെക്ട്ഫുൾ ഓഫ് ഓൾ മെമ്പേഴ്സ് ഓഫ് യുവർ ടീം. നമ്മുടെ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും റെസ്പെക്റ്റോട് കൂടിയിട്ട് പെരുമാറണം. Be a accountable and open-minded to help offered by your supervisor or other members of your team. അതായത് നമ്മുടെ സൂപ്പർവൈസറോ അല്ലെങ്കിൽ ടീമിലെ മറ്റ് മെമ്പേഴ്സിന്റെ അഡ്വൈസ് പ്രകാരം പ്രവർത്തിക്കാനായിട്ട് സന്നദ്ധരായിരിക്കണം. ചിലവര് നമ്മള് എന്താ പറയാ, നമ്മൾ നിയന്ത്രിക്കാൻ വരുമ്പോഴേ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിൽ ചെയ്യുന്ന പറയും അല്ലെ. മറ്റുള്ളവര് ആ ഒരു എന്താ പറയുക അധികാരം നിയന്ത്രണം മാത്രം ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. സോ ഇവിടെ പറഞ്ഞത് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അംഗീകരിക്കണം എന്ന്. മീൻസ് നമ്മുടെ സൂപ്പർവൈസർ പറയുന്നതോ അല്ലെങ്കിൽ മറ്റു മെമ്പേഴ്സ് പറയുന്ന കാര്യങ്ങളെ അംഗീകരിച്ച് അവരുടെ ആ ഒരു അഡ്വൈസ് നമ്മൾ പ്രവർത്തിക്കണം. അഡ്വൈസ് പ്രകാരം പ്രവർത്തിക്കണം. Then be willing to work together to accomplish department and institutional goals. ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലക്ഷ്യം നേടാൻ വേണ്ടി, ലക്ഷ്യം അക്കംപ്ലിഷ് ചെയ്യാൻ, പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഒന്നിച്ച് നിന്ന് പ്രവർത്തിക്കണം. ഒന്നിച്ച് ആ ഒരു ടീമിലെ മെമ്പേഴ്സ് ഒന്നിച്ച് പ്രവർത്തിക്കുക. Then be willing to share your knowledge with others. Mentor and support your team members. അല്ലെ, നമ്മളുടെ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. Then പുതിയ സ്റ്റാഫ് ഒക്കെ വരുമ്പോൾ അവരെന്ത് വേണം, മെന്ററായിട്ട് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യണം. Then be willing to available and do your share of necessary extras. Take one for team. അല്ലെ, ഇനിയിപ്പോ എക്സ്ട്രാ ടാസ്കുകളൊക്കെ ആണെങ്കിൽ അതുകൂടി നമ്മൾ ചെയ്യാനായിട്ട് സന്നദ്ധനായിരിക്കണം. Give recognition and credit wherever you can for a job well done or a difficult situation well handled. അവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കംപ്ലീറ്റ് എല്ലാം സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് വായിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് വായിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകണ്ട. ഫസ്റ്റത്തെ 5 പോയിന്റ് വായിച്ചു നോക്കാം കേട്ടോ. 5 പോയിന്റ് വായിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗങ്ങൾ വായിക്കാം. സ്കിപ്പ് ചെയ്തിട്ട് പറയാം. ആദ്യത്തെ 5 പോയിന്റ് ടീം വർക്കിൽ കേട്ടോ. ടീം വർക്കിൽ ആദ്യത്തെ 5 പോയിന്റ് വായിക്കാം. ഏതായിരുന്നു 5th പോയിന്റോ? Be willing to available and do your share of necessary extras. Take one for the team.
അതായത് ഇപ്പൊ നമ്മളുടെ ജോലി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ടീം നമ്മളുടെ ആ ഒരു എക്സ്ട്രാ ടാസ്കുകൾ കൂടി ചെയ്യാനായിട്ട് നമ്മൾ വില്ലിങ് ആയിരിക്കണം എന്ന്. അല്ലാതെ എന്റെ ഡ്യൂട്ടി മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ പറയാതെ നമ്മൾ എക്സ്ട്രാ ഒരു ഡ്യൂട്ടി ടാസ്കുകൾ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റ്സ് നോക്കാം. Give recognition and credit whenever you can for a job well done or a difficult situation well handled. അതായത് ഒരു ഗിവ് റെക്കഗ്നിഷൻ, ഒരു അംഗീകാരമോ അല്ലെങ്കിൽ ക്രെഡിറ്റോ കൊടുക്കണം എന്ന്. എപ്പോ whenever you can for a job well done, ഒരു നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലോ, നന്നായി നമ്മൾ ചെയ്തൊരു ജോലിക്കോ, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള അംഗീകാരവും അതുപോലെ തന്നെ എന്താണ് ക്രെഡിറ്റ്സും നൽകണം. Then reason and attentive to what your customer needs. പേഷ്യന്റിന്റെ നീഡ്സ് നമ്മൾ ലിസൺ ചെയ്യുക, അറ്റൻറ്റീവ് ആയിട്ട് തന്നെ അല്ലെ നമ്മൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. Communication using clear business language and remembering to watch body language. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ലാംഗ്വേജിലായിരിക്കണം. അല്ലാതെ നമ്മളിപ്പോ വീട്ടിൽ സംസാരിക്കുന്നതോ നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ആ ഒരു ടോണിലായിരിക്കരുത്. നല്ലൊരു ബിസിനസ് ലാംഗ്വേജിൽ വേണം. അതുപോലെ തന്നെ റിമെമ്പറിംഗ് ടു വാച്ച് ബോഡി ലാംഗ്വേജ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെ, അവിടെ റിസപ്ഷനിലേക്ക് ഇരിക്കുന്നവര് സംസാരിക്കുന്നത് എങ്ങനെയാ? നമ്മൾ പറയുന്നത് പോലെ, നമ്മൾ ഫ്രണ്ട്സിനോട് പറയുന്ന പോലെ ഒരു ലോക്കൽ ലാംഗ്വേജ് ആണോ? ആയിരിക്കോ? വളരെ എന്താ പറയാ, ഭയങ്കര പ്രൊഫഷണലിസത്തോട് കൂടിയിട്ടല്ലേ അവര് സംസാരിക്കുന്നത്. നമ്മൾ നോർമലി ഫ്രണ്ട്സ് തമ്മിൽ പരസ്പരം അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെയാണോ പറയുന്നത്? അല്ല, വളരെ പക്ക എന്താ പറയാ ബിസിനസ് ലാംഗ്വേജിലാണ് അവർ സംസാരിക്കുന്നത്. അതുപോലെ അവരുടെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിക്കണം. Be a lifelong learner at your job as well as your personal education. Be a lifelong learner. നമ്മൾ എപ്പോഴും ഒരു ലൈഫ് ലോങ് ലേണർ ആയിരിക്കണം. Then your job as well as your personal education. നമ്മുടെ ജോബിലാണെങ്കിലും നമ്മുടെ പേഴ്സണൽ എഡ്യൂക്കേഷനിലാണെങ്കിലും ഒരു ലോങ് ലേണർ ആയിരിക്കാം, ഒരു ലൈഫ് ലോങ് ലേണർ ആയിരിക്കാം. അല്ലെ, ഒരു പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അറിയോ നിങ്ങൾക്ക്? എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കാന്ന് പറയുന്നത് നമ്മുടെ അറിവാണ് വർദ്ധിക്കുന്നത്. അല്ലെ, വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് എല്ലാവർക്കും പൊതുവെ ഒരു ലൈഫ് ലോങ് ലേണർ എന്ന് പറയുന്നത്. ആണോ? താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാനായിട്ട്? പഠിക്കുന്ന കാലം എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു കാലഘട്ടം അല്ലേ? ആണോ? ആണോ? ഇപ്പൊ കുറെ ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞ് ഇതിൽ ജോയിൻ ചെയ്ത, ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തവരുണ്ടാരെങ്കിലും? ഒരുപാട് നാളത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ടോ? സനില മാത്രമേ ഉള്ളൂ? ശ്രുതി, രണ്ടുപേരുണ്ട്. എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു? കുറെ ഗ്യാപ്പ് ഉണ്ടായിരുന്നോ? ചിലപ്പോ മാരേജ് ഒക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി പിന്നെ കുട്ടികളൊക്കെ നമ്മൾ സ്കൂളിലേക്ക് വിട്ടിട്ടായിരിക്കും ചിലവർ ജോയിൻ ചെയ്യുന്നത്. അല്ലെ, കുറെ 10 years ഉണ്ട് കേട്ടോ, അത്രയും ഗ്യാപ്പ് ഉണ്ട്. 9 years, 15 years ഉണ്ട്. ഓക്കെ, അപ്പൊ പഠിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു കാലഘട്ടം അല്ലേ? ആണോ? നിങ്ങളുടെ എക്സ്പീരിയൻസ് അങ്ങനെ ചോദിക്കുന്നത്. അല്ലെ, പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു കാലഘട്ടമാണ്. കുറെ അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. അല്ലെ, നമ്മൾ ആ ഒരു എന്താ പറയാ ആ ഒരു ട്രാക്കാണത്. അല്ലെ, നമ്മൾ ആ ട്രാക്കിലോട്ട് എത്തി. നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്ത ആളുകളുണ്ട് അല്ലെ, എങ്കിലും നിങ്ങൾ ഇപ്പോഴും ആ പഴയ പോലെ ഒരു പഠനത്തിന്റെ ഒരു ട്രാക്കിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. എത്തിയില്ലേ ശ്രുതി, സനില? എത്തിയില്ലേ എല്ലാവരും? അല്ലെ, പഴയ പോലെ പണ്ട് കോളേജിലൊക്കെ പഠിച്ച പോലെയൊക്കെ ആ ഒരു ട്രാക്കിലോട്ടൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട് അല്ലെ. സോ എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈഫ് ലോങ് പ്രോസസ് തന്നെയാണ്. മാക്സിമം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങൾക്ക് നോക്കിക്കൊണ്ട് പഠിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ജോലി ചെയ്യുകയാണെങ്കിലും ഒത്തിരി പേര് പഠിക്കുന്ന ആളുകളുണ്ട്. കൂടെ നമ്മുടെ മുന്നിൽ തന്നെ എന്താണ് വർക്ക് ചെയ്തിട്ട് പഠിക്കുന്ന ആളുകൾ ഉണ്ടാകാം അല്ലെ. ഓക്കെ, ഞാൻ പറഞ്ഞത് മാത്രമല്ലോ. Then be understanding of all people and situation. എല്ലാ പീപ്പിളിനെയും അതുപോലെ തന്നെ എല്ലാ സിറ്റുവേഷൻസുകളും നമ്മൾ മനസ്സിലാക്കണം. Then especially though you may have biases and contrary, always be willing to learn a new task. Then personality goes a long way. Personality എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങൾ, കുറെ വെറൈറ്റികളായിട്ടുള്ള പുതിയ പുതിയ ടാസ്കുകളും
ടെക്നോളജീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ സിസ്റ്റം വർക്ക് ആണ് എല്ലാം അല്ലെ. റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കമ്പ്യൂട്ടർ സ്കിൽസ് ഉണ്ടായിരിക്കണം. ഇതിന് പുതിയ പുതിയ സോഫ്റ്റ്വെയർ ആണെങ്കിലും പുതിയ പുതിയ ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ആ ടീം വർക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിക്കാം കേട്ടോ. ടീം വർക്കിലെ പോയിന്റ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കാം. പഠിച്ചോ? കംപ്ലീറ്റ് ചെയ്ത പോയിന്റ്സുകളും ടീം വർക്കില്ല മനസ്സിലാക്കി വായിക്കാം കേട്ടോ ഓരോ പോയിന്റുകളും. ഓക്കെ, ഇപ്പൊ നമ്മള് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് നോക്കാം. ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, ദെൻ ഫ്രണ്ട് ഓഫീസിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ അവിടെയാണ് പേഷ്യന്റും ദെൻ മറ്റ് ബൈസ്റ്റാൻഡേഴ്സും ഫസ്റ്റ് നമ്മൾ അറൈവ് ചെയ്യുന്ന ടൈമിൽ കോൺടാക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓഫീസിനെ തന്നെയാണ് നമ്മൾ റിസപ്ഷൻ എന്ന് വിളിക്കുന്നത്. ദെൻ അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സണൽ ആണ് റിസപ്ഷനിസ്റ്റ്. ദെൻ ഫ്രണ്ട് ഓഫീസ് വേണ്ട ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന് വേണ്ട കഴിവുകളാണ് പ്രൊഫഷണലിസം, പ്രോംപ്റ്റ്നെസ്, കോർട്ടസി ആൻഡ് ടീം വർക്ക്. ദെൻ പ്രൊഫഷണലിസത്തിന് വേണ്ട പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്സിൽ എന്തൊക്കെയാണ്? വർക്ക് എത്തിക്സുകള്. ദെൻ എന്താണ് പ്രോംപ്റ്റ്നിസം? എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ടുള്ള കഴിവ് വേണം. ദെൻ കോർട്ടസി, പേഷ്യൻസിനോട് മര്യാദയോടുകൂടി സ്മൈലായിട്ട് പൊളൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാം. ടീം വർക്ക്, എല്ലാ ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒന്നിച്ച് ടീം വർക്കായിട്ട് പ്രവർത്തിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ ആ ഒരു ഭാഗം? ക്ലിയർ ആണ് എല്ലാവർക്കും ഫ്രണ്ട് ഓഫീസ്? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ആണ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ. ക്വാളിറ്റി പേഷ്യന്റ് കെയർ എന്താ? ഗുണനിലവാരമുള്ള ക്വാളിറ്റി ആയിട്ടുള്ള രോഗി പരിചരണം കൊടുക്കുക. ഇതൊരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗുണമേന്മയുള്ള അല്ലെങ്കിൽ നല്ലൊരു പരിചരണം പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുക. ക്വാളിറ്റി ഈസ് നെവർ ആൻ ആക്സിഡന്റ്. അല്ലെ, ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അപകടമല്ല. It is always the result of high intention, sincere effort, intelligent direction, and skillful execution. It represents the wise choice of many alternatives. എന്താണ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ ടെസ്റ്റ് ഡിനോട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ പറയുന്നത്. ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അപകടമല്ല. അല്ലെ, എല്ലായ്പ്പോഴും എന്താണ്? ഹൈ ഇന്റൻഷൻ, ഉയർന്നൊരു ഉദ്ദേശത്തിന്റെയും സിൻസിയർ എഫേർട്ട്, അല്ലെ, ആത്മാർത്ഥമായിട്ടുള്ള ഒരു എഫേർട്ടിന്റെയും ദെൻ ഇന്റലിജന്റ് ഡയറക്ഷൻ ആൻഡ് സ്കിൽഫുൾ എക്സിക്യൂഷൻ, ദെൻ പരിശ്രമത്തിന്റെയും അല്ലെങ്കിൽ എന്താണ് ബുദ്ധിപരമായിട്ടുള്ള നല്ലൊരു കഴിവ്, അല്ലെ, ബുദ്ധിപരമായിട്ടുള്ള ആ ഒരു ഡയറക്ഷന്റെയും ഒരു ഫലമാണ് എന്ത്? ക്വാളിറ്റി പേഷ്യന്റ് കെയർ എന്ന് പറയുന്നത്. ദെൻ പ്രൊവൈഡിങ് എക്സ്ട്രാ ഓർഡിനറി സർവീസസ്, നമ്മുടെ പേഷ്യന്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന
എക്സ്ട്രാ ഓർഡിനറി സർവീസസ് ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ ഓർഡിനറി സർവീസസിൽ ഏതൊക്കെയാണെന്നാണ് താഴെ പറയുന്നത് പോയിന്റ്സുകളാണ്. നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് വേണ്ടി പഠിക്കണം കേട്ടോ. എക്സ്ട്രാ ഓർഡിനറി സർവീസസുകൾ നോക്കി വെക്കുക, പരിഹാരം ചെയ്യേണ്ട, മനസ്സിലാക്കി വായിക്കുക കേട്ടോ. Exceed patient expectations. Exceed patient's expectation. The patient expectation എന്ന് പറഞ്ഞാൽ അതായത് പേഷ്യൻസിന്റെ പ്രതീക്ഷകളെയും എക്സീഡ് ചെയ്യണം, കവിയണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്നു അല്ലെ, അപ്പോ ഹോസ്പിറ്റലല്ല ഇപ്പൊ വേറെ ഏതെങ്കിലും ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആണെങ്കിൽ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ നമ്മളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നു. അപ്പൊ നമ്മളോട് ഇങ്ങനെ ഫ്രണ്ട്സും മറ്റുള്ളവരും പറഞ്ഞു ആ ഒരു ഷോപ്പിൽ ചെന്നോളൂ, നല്ല ഡ്രസ് ഉണ്ട്, നല്ല ക്വാളിറ്റി ആണ്, വലിയ വില ഒന്നും ഇല്ല കേട്ടോ, വിലക്കുറവാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്നു. നമ്മൾ നോക്കിയപ്പോ ആ ഫ്രണ്ട് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വിചാരിച്ചതിനേക്കാളും ഉപരിയായിട്ട് നല്ല വിലക്കുറവില് നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു അല്ലെ. അപ്പൊ നമ്മളുടെ എക്സ്പെക്ടേഷൻ അവിടെ എക്സീഡ് ചെയ്തു അല്ലെ. നമ്മൾ ഉദ്ദേശിച്ചില്ല ഇത്രയും നല്ലത് കിട്ടും അല്ലെങ്കിൽ ഇത്രയും വിലക്കുറവിൽ കിട്ടുന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല അല്ലേ. അപ്പൊ അവിടെ നമ്മളുടെ എക്സ്പെക്ടേഷനേക്കാളും കൂടുതലായിട്ട്. അപ്പൊ ഇവിടെ പറയുന്നത് അതുപോലെ പേഷ്യന്റിന്റെ എക്സ്പെക്ടേഷൻ ഒരു ഹോസ്പിറ്റലില് ആ പേഷ്യന്റ് ഫസ്റ്റ് ടൈം ആയിരിക്കാം ഹോസ്പിറ്റലിൽ വരുന്നത്, ഇതുപോലെ ഫ്രണ്ട്സോ ഫാമിലി ഒക്കെ പറഞ്ഞിട്ടായിരിക്കാം ആരും വരുന്നത്. സോ അവന്റെ എക്സ്പെക്ടേഷൻ, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട് ഇല്ലേ. എന്താണ് എക്സ്പെക്ടേഷൻ? ഡോക്ടറെ കണ്ട് മെഡിസിനൊക്കെ കഴിച്ചു കഴിയുമ്പോൾ എന്റെ അസുഖം പൂർണ്ണമായിട്ടും മാറും അല്ലെ. ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ചെന്നു, നമ്മൾ ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് ലഭിച്ചു. നമ്മൾ വിചാരിച്ചതിനും അപ്പുറം നമുക്ക് ഒരു അനുഭവമാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്നത് അല്ലെ. ഇവിടെ പറയുന്നത് പേഷ്യന്റ് ഉദ്ദേശിക്കുന്നത്, പേഷ്യന്റ് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള നല്ല ഒരു സേവനമാണ് നമ്മുടെ പേഷ്യൻസിനെ കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ. ഓക്കെ, then makes patient feel care. Are you doing your best? പേഷ്യന്റിന് ഫീൽ ചെയ്യണമെന്ന്, മാക്സിമം പേഷ്യന്റിന് വേണ്ടുന്ന പരിചരണം ഹോസ്പിറ്റലിൽ നൽകുന്നുണ്ട് എന്ന് പേഷ്യന്റിന് ഫീൽ ചെയ്യണം. ഫീൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? മാക്സിമം നല്ലൊരു കെയർ പേഷ്യൻസിന് കൊടുക്കണം. Then value for money, time services. നമ്മളുടെ ടൈമിന് വാല്യൂ കൊടുക്കുന്നത്, മണി മീൻസ് ടൈം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ സമയത്തിന് മാക്സിമം നമ്മൾ അതിന് മൂല്യം, പേഷ്യന്റിന്റെ ആ ഒരു ടൈമിന് നമ്മൾ മൂല്യം കൊടുക്കണം. അണ്ടർ പ്രോമിസസ് ഓവർ ഡെലിവർ. അണ്ടർ പ്രോമിസസ് ആൻഡ് ഓവർ ഡെലിവർ. അതായത് നമ്മൾ പേഷ്യന്റ് എക്സ്പെക്റ്റിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ എന്ത് വേണം? ഓവറായിട്ട് ഡെലിവർ ചെയ്യുക. Then don't pass the patient bystanders in and around. എന്താണ് പറയുന്നത്? Don't pass patient അല്ലെ, പേഷ്യന്റിന് അനാവശ്യമായിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കാതിരിക്കാന്ന്, ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. പേഷ്യൻസിന്റെ നീഡ്സുകള്, ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കി പേഷ്യൻസിനോട് പെരുമാറുക. Treat every patient bystanders as an individual with unique services, needs and expectation. പേഷ്യന്റിനെയും ബൈസ്റ്റാൻഡറെയും നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അവർക്ക് വേണ്ടുന്ന സേവനങ്ങളും അവരുടെ ആവശ്യങ്ങളും എക്സ്പെക്ടേഷൻസുകളും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കുക. ഓക്കെ, അത്രയും പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കുക. ഫസ്റ്റ് തുടങ്ങി വായിക്കാം. ക്വാളിറ്റി പേഷ്യന്റ് കെയർ വായിച്ചു നോക്കണം. പ്രൊവൈഡിങ് എക്സ്ട്രാ ഓർഡിനറി സർവീസസിൽ 6 പോയിന്റ് കേട്ടോ. ആദ്യത്തെ 6 പോയിന്റ് വായിച്ചു നോക്കാം. അണ്ടർ പ്രോമിസ് ഓവർ ഡെലിവർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതലായിട്ട് ഡെലിവർ ചെയ്യാവുന്ന, മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പെക്ടേഷനേക്കാൾ കൂടുതലായിട്ട് കൊടുക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ.
എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു ലോവർ എന്താ പറയാ എക്സ്പെക്ടേഷൻ നമ്മൾ വലിയ രീതിയിൽ ചെയ്തിട്ടില്ല, പക്ഷെ നമുക്ക് ലഭിക്കുമ്പോൾ ആ പ്രൊഡക്റ്റ് നമുക്ക് ലഭിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു അനുഭവമാണ് ലഭിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ആ ഒരു അനുഭവം അതിൽ നിന്ന് ലഭിക്കുന്നത്. വായിച്ചോ 6 പോയിന്റ്സുകള്? Last point, treat every patient and bystander as an individual with a unique service needs and expectation. പേഷ്യന്റിനെയും ബൈസ്റ്റാൻഡറെയും ഓരോ വ്യക്തികളായിട്ട് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യണം. ദെൻ അവർക്ക് വേണ്ടുന്ന യുണീക്ക് സർവീസസ്, അവർക്ക് വേണ്ടുന്ന സേവനങ്ങളും അവരുടെ നീഡ്സുകളും എക്സ്പെക്ടേഷനും ഒക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. രണ്ടുപേരെയും പരിഗണിക്കാതെ, പേഷ്യന്റിനെ ആണെങ്കിലും ബൈസ്റ്റാൻഡറെ ആണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ പരിഗണിക്കുക. അതിന് മുന്നത്തെ പോയിന്റ് അല്ലെ, ഡോണ്ട് പാസ് ദ പേഷ്യന്റ് ബൈസ്റ്റാൻഡേഴ്സ് അറൗണ്ട്. അതായത് പേഷ്യന്റിനെയും ബൈസ്റ്റാൻഡറെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. ആൻസർ പ്രോംപ്റ്റ്ലി ടു പേഷ്യൻസ് ബൈസ്റ്റാൻഡേഴ്സ് നീഡ്സ്. പേഷ്യന്റിന്റെയും ബൈസ്റ്റാൻഡറിന്റെയും ആവശ്യങ്ങൾ, അവരെന്തെങ്കിലും ഡൗട്ട്സുകളോ ആവശ്യങ്ങളോ ചോദിക്കുമ്പോൾ അതിന് പ്രോംപ്റ്റ്ലി ആയിട്ട് ആൻസർ പറയുക. പെട്ടെന്ന് തന്നെ അതിന് ഇൻഫോർമേഷൻസ് ഒക്കെ പറ്റി കൊടുക്കണം. ഡിറ്റർമൈൻ ബൈ ഡിഗ്രി ഓഫ് എംപതി, കെയറിംഗ്, ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഷോൺ. അല്ലെ, അതായത് പേഷ്യൻസിനോടാണെങ്കിലും ബൈസ്റ്റാൻഡറിനോടാണെങ്കിലും അവരോട് നമ്മൾ വേണം ഒരു സഹാനുഭൂതിയും കരുതലും. ഇതെല്ലാം നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് വ്യക്തിഗത അറ്റൻഷൻ നമ്മൾ കൊടുക്കണം. യു റെപ്രസെന്റ് ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ ഒരു പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കണം. എവറി കോണ്ടാക്ട് ഓഫേഴ്സ് യു എ ന്യൂ ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് എൻറിച്ച്മെന്റ്. അല്ലെ, അതായത് ഓരോ കോണ്ടാക്റ്റും നമുക്ക് ഓരോ പുതിയ അവസരങ്ങളാണ് നൽകുന്നത്. മീൻസ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവരാനും ഹോസ്പിറ്റലിലെ ആ ഒരു ഓരോ വ്യക്തികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഓരോ പേഷ്യന്റിനെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ എന്താ പറയാ, എവറി കോണ്ടാക്ട് ന്യൂ ഓപ്പർച്യൂണിറ്റി, പുതിയൊരു അവസരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഹാൻഡിൽസ് ഇമോഷണൽ സിറ്റുവേഷൻസ് വെൽ. ഇമോഷണൽ സിറ്റുവേഷൻസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. പ്രൊവൈഡ് പോസിറ്റീവ് സ്ട്രോക്സ് വേർ അപ്രോപ്രിയേറ്റ്. അല്ലെ, ഉചിതമായിട്ടുള്ള പ്രൊവൈഡ് പോസിറ്റീവ് സ്ട്രോക്സ് വേർ അപ്രോപ്രിയേറ്റ്, ഉചിതമായിട്ടുള്ള ഇടങ്ങളിൽ, മീൻസ് ഉചിതമായിട്ടുള്ള സിറ്റുവേഷൻസുകളിൽ ഒരു പോസിറ്റീവ്നെസ് കൊടുക്കണം. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു നെഗറ്റീവ് പറയാതെ ഉചിതമായിട്ടുള്ള ഏരിയയിൽ ചിലപ്പോൾ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എന്തെങ്കിലും കാര്യങ്ങളാകാം. അങ്ങനെ വരുമ്പോൾ ഒരു സിറ്റുവേഷൻസിൽ എന്ത് വേണം, ഒരു പോസിറ്റീവ്സ് നൽകണം. Then undivided attention to your patients and bystanders. ഇത് വീണ്ടും പറയുന്നത് അൺഡിവൈഡഡ് മീൻസ് ഈ പേഷ്യന്റിനെയും ബൈസ്റ്റാൻഡേഴ്സിനെയും നമ്മൾ പറയില്ലേ, കൗണ്ടറുടെയൊക്കെ നടത്തി ബുദ്ധിമുട്ടിക്കാതിരിക്കാതെ മാക്സിമം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ബി നാച്ചുറൽ, നോട്ട് ഫേക്ക് ഓർ മെക്കാനിക്കൽ. എല്ലാം എന്താണ്, നാച്ചുറൽ ആയിട്ട് ചെയ്യണമെന്ന്, തെറ്റായിട്ടുള്ള രീതിയിൽ ഫേക്ക് ആയിട്ടോ ഒരു മെക്കാനിക്കൽ പരമായിട്ടൊന്നും ചെയ്യാതിരിക്കുക. എല്ലാം നമ്മൾ നോർമൽ ആയിട്ട് അല്ലെ, നാച്ചുറൽ ആയിട്ട് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം. Then be positive, energetic, helpful and cordial. പോസിറ്റീവ് ആയിരിക്കാം, എനർജറ്റിക് ആയിരിക്കണം, ഹെൽപ്ഫുൾ ആയിരിക്കണം, സൗഹാർദ്ദപരമായിരിക്കണം. Be your patient bystanders agent. Be your patient bystander. ഒരു ബൈസ്റ്റാൻഡറിന്റെയും പേഷ്യൻസിന്റെയും ഒരു ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കണം നമ്മൾ. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളും അവരുടെ നീഡ്സ് ഒക്കെ മനസ്സിലാക്കി ഒരു ഏജന്റിനെ പോലെ പ്രവർത്തിക്കുക. വായിച്ചു നോക്കുക കേട്ടോ, കംപ്ലീറ്റ് വായിക്കണേ. പ്രൊവൈഡിങ് എക്സ്ട്രാ ഓർഡിനറി സർവീസസ് തുടങ്ങി വായിക്കാം.
Okay, then last one, what do patients and bystanders want? Patientsഉം bystanders ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നോക്കാം. To receive an apology. Apology എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്ഷമാപണം. അതായത് ഇപ്പോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും അതിനോടൊരു ക്ഷമാപണം സ്വീകരിക്കാനായിട്ട്. To be offered a fair fix for the problem. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് ഒരു ഫിക്സ് ആയിട്ട് ന്യായമായിട്ടുള്ള ഒരു പരിഹാരം ലഭിക്കണം. To be treated in caring man. അല്ലെ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവനെ ഒരു കരുതലോട് കൂടിയിട്ട് കെയർ ചെയ്യാം. Not treated like a nuisance. ഒരു ശല്യമായിട്ട് ഒരിക്കലും പേഷ്യൻസിനോട് പെരുമാറാതിരിക്കുക. Effective service recovery procedures. ഇഫക്റ്റീവ് കാര്യക്ഷമമായിട്ടുള്ള ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആ റിക്കവറി പ്രൊസീജിയേഴ്സിന് കാര്യക്ഷമമായിട്ടുള്ള ഒരു സേവനം അവൻ ആഗ്രഹിക്കുന്നു. പേഷ്യന്റും ബൈസ്റ്റാൻഡറും ആഗ്രഹിക്കുന്നുണ്ട്. നല്ലൊരു പ്രവർത്തനം, അതുപോലെ ഒരു ശല്യമായിട്ട് പെരുമാറാതിരിക്കുക, നല്ലൊരു മനുഷ്യനായിട്ട് അവരെ കെയർ ചെയ്യണം. അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഫിക്സ്ഡ് ആയിട്ട് പ്രശ്നത്തിനൊരു ന്യായമായിട്ടുള്ള ഒരു പരിഹാരം കാണണം. അതുപോലെ തന്നെ ടു റിസീവ് ആൻ അപ്പോളജി. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പേഷ്യന്റിനോട് വന്ന് അവരെന്തെങ്കിലും റൂഡായിട്ടൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ ഒരു ക്ഷമാപണമൊക്കെ സ്വീകരിക്കുകയാണ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. വാട്ട് ഡു പേഷ്യന്റ് ആൻഡ് ബൈസ്റ്റാൻഡർ വാണ്ട്. പോയിന്റ്സുകളാണ്, അണ്ടർലൈൻ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, നമ്മുടെ പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെട്ടെന്ന് കംപ്ലീറ്റ് ആയില്ലേ? പെട്ടെന്ന് കഴിഞ്ഞില്ലേ നമ്മുടെ ചാപ്റ്റർ? അത്യാവശ്യം വലിയ ചാപ്റ്റർ ഒക്കെ തന്നെയായിരുന്നു. എന്തായാലും പഠിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില ഏരിയകൾ മാത്രം ഇച്ചിരി അല്ലെ വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാത്ത ചില ഭാഗങ്ങൾ, കുറച്ച് ഭാഗങ്ങൾ, വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെ. ബാക്കിയെല്ലാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ട് തോന്നിയോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കുഴപ്പമില്ലല്ലോ, നമ്മൾ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങനെ എടുത്തു പോയി അല്ലെ.
ആണോ? നിങ്ങളല്ലേ ചാപ്റ്റർ പഠിച്ചത്? ആണോ? ഓക്കെ. നോക്കാം, പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് നമ്മൾ നോക്കാം കേട്ടോ. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പേഷ്യൻസിന്റെ റൈറ്റ്സുകളാണ് നോക്കിയത്. കെയർ, then confidentiality and dignity, information, then preferences, right to redress. ഇത്രയുമാണ് ഒരു പേഷ്യന്റിന്റെ അവകാശങ്ങൾ, റൈറ്റ്സ് എന്ന് പറയുന്നത്. 5 റൈറ്റ്സ് ആണ്. 5 റൈറ്റ്സ് പഠിക്കണം. ആ 5 പോയിന്റ് കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ അതിന്റെ ഉള്ളിലുള്ളത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ. പിന്നെ നമ്മൾ നോക്കിയത് പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. honesty in disclosure, treatment compliance, intent for health promotion, transparency and honesty, then conduct. വീണ്ടും 5 റെസ്പോൺസിബിലിറ്റി ആണ്. ആ റെസ്പോൺസിബിലിറ്റി 5 പോയിന്റ്സുകൾ പഠിക്കണം. then അതിന്റെ സബ് പോയിന്റ്സുകൾ വായിച്ച് മനസ്സിലാക്കാം. then importance of procedure, consent. പിന്നെ നമ്മൾ കൺസെന്റിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പൊ അതിൽ നമ്മൾ ആർട്ടിക്കിൾ 21 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് കൺസെന്റിനെ കുറിച്ച് പരാമർശിക്കുന്നത് നമ്മൾ പറഞ്ഞു, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. then അതിൽ MCI, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും അണ്ടർലൈൻ ചെയ്യാനായിട്ട് നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൂടി അണ്ടർലൈൻ ചെയ്ത് പോയിക്കൊള്ളു കേട്ടോ. MCI നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഇൻഫോർമഡ് കൺസെന്റ് എന്താണെന്നാണ് പഠിച്ചത്. അതിലെ ഫസ്റ്റ് ലൈൻ തന്നെ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. Informed consent means patients receive enough information to make an educated decision about their treatment. വീണ്ടും ഇൻഫോർമഡ് കൺസെന്റിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ അതിന്റെ പർപ്പസ്, അപ്പൊ അതിൽ നമ്മൾ ലീഗൽ, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എത്തിക്കൽ പർപ്പസ് നമ്മൾ വായിച്ചായിരുന്നു. അതൊന്നും 2-3 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. പിന്നെ നമ്മൾ നോക്കിയത് ഗസ്റ്റ് ആൻഡ് പബ്ലിക് റിലേഷനെ കുറിച്ചാണ് അല്ലെ. പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത്. അതുപോലെ അതിന്റെ കൺസെപ്റ്റ് അല്ലെ, പബ്ലിക് റിലേഷന്റെ കൺസെപ്റ്റ് എന്താണ്. പിന്നെ അപ്പൊ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഡെഫിനിഷനിൽ നമ്മള് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഫസ്റ്റ് ഭാഗം, പബ്ലിക് റിലേഷൻ ആർ മാനേജീരിയൽ ഫംഗ്ഷൻ സപ്ലൈയിങ് ദി അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷണൽ എയിം, the identification of organizational vision, facilitating organizational change underline ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇമ്പോർട്ടൻസ്. then responsibilities of public relations department in a hospital. ഒരു ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻസിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോ ഒത്തിരി പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കി പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. then improvement measures, നമ്മള് ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ. then indicators of measuring public relation important ആണ്. നമ്മൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. patient satisfaction survey, general opinion, donations, media opinion എന്നുള്ള പോയിന്റ്സുകൾ ഇതൊക്കെ നമ്മള് എന്താ ഡിപ്ലോമയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. then പിന്നെ നമ്മൾ നോക്കിയത് വീണ്ടും ഗസ്റ്റ് റിലേഷൻ എന്താണെന്നുള്ളതാണ് നോക്കിയത്. ഗസ്റ്റ് റിലേഷൻ അറിയപ്പെടുന്നത് ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ, then സ്പെഷ്യലിസ്റ്റ്, കസ്റ്റമർ സർവീസ് ഓറിയന്റഡ് എംപ്ലോയി ആണെന്ന് പഠിച്ചു. then skills of guest relation ഇമ്പോർട്ടന്റ് ആണ്. ഈ പോയിന്റ്സ് നോക്കാം, സ്കിൽസുകൾ. പിന്നെ നമ്മൾ ഇന്നെടുക്ക ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ് ആണ്. സോ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റിലെ ഡെഫിനിഷൻസ് നോക്കാം. ഹോസ്പിറ്റലിലെ പേഷ്യന്റും ഫസ്റ്റ് അറൈവ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. സ്കിൽസ് നമ്മൾ നോക്കി, മെയിൻ ആയിട്ട് 4 സ്കിൽസ് ആണ്. പ്രൊഫഷണലിസം, പ്രോംപ്റ്റ്നെസ്, കോർട്ടസി ആൻഡ് ടീം വർക്ക്. ഓക്കെ. പിന്നെ നമ്മൾ അതിൽ ഓരോന്നും പ്രൊഫഷണലിസം, വർക്ക് എത്തിക്സ് എന്തൊക്കെയാണ്, പ്രോംപ്റ്റ്നെസം, കോർട്ടസി എന്തൊക്കെയാണ്, അതുപോലെ ടീം വർക്കിൽ ചെയ്യേണ്ട കാര്യങ്ങള്, ഇത്രയുമാണ് മെയിൻ ആയിട്ട് സ്കിൽസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമ്മൾ ക്വാളിറ്റി പേഷ്യന്റ് കെയർ എന്താണ്, then providing extraordinary services. Last one, what do patient bystander want? Okay, ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ചാപ്റ്റർ? ഇനി പഠിക്കാന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ചാപ്റ്റർ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പഠിക്കണം കൃത്യമായിട്ടും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കാം. then ഞാൻ പറയുന്നത് പോലെ നിങ്ങൾക്ക് ടഫാണ്, ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ഭാഗങ്ങൾ
ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. 1-2 പ്രാവശ്യം വായിക്കണം. എക്സാമിന് ലാസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ ഏറ്റവും ലാസ്റ്റ് ഒന്ന് നോക്കാം. ക്ലിയർ ആണോ ഈ ഒരു ചാപ്റ്റർ? ഇനി പഠിക്കുക, എളുപ്പമാണ് പഠിക്കാനായിട്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരുപാട് സമയം അതിനു വേണ്ടി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് പേഷ്യന്റ് എന്ന നിലയിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അല്ലെ നമുക്ക് ലഭിക്കേണ്ട റൈറ്റ്സുകളും നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. വേറെ എക്സ്ട്രാ ഒരു കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടില്ല. എന്താ പറയാ, മെഡിക്കൽ ടേംസുകളും കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഓഫീസ് ആണെങ്കിലും പബ്ലിക് റിലേഷൻ ആണെങ്കിലും ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിപ്ലോമയില് പഠിച്ച കാര്യങ്ങളാണ്. ഇല്ലേ? പഠിച്ചിട്ടില്ലേ നിങ്ങള്? ഫ്രണ്ട് ഓഫീസ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചത് കൊണ്ടാണ് ഇവിടെ എല്ലാം അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടല്ലോ. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലാസ് ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നമ്മളെ പെട്ടെന്ന് ചാപ്റ്റർ തീർന്നിട്ടുണ്ട് അല്ലേ? സ്പീഡ് ഓക്കെ ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? സ്പീഡൊക്കെ ഓക്കെ ആണോ? ഇനി പെട്ടെന്ന് ചാപ്റ്റർ തീർന്നു അല്ലെങ്കിൽ സ്പീഡ് കൂടുതലാണ്, അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ പെട്ടെന്ന് എടുത്തു പോകുന്നത്. നമ്മൾ നോർമൽ സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, മനസ്സിലാവുന്ന ഏരിയകളായതുകൊണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ.